നമസ്കാരം. ഗൾഫ് രാജ്യങ്ങളിലെ വാർത്തകളും വിശേഷങ്ങളുമായി മെഡിസ്റ്റ് അവർ ആരംഭിക്കുന്നു. ചെങ്കടലിൽ കടലിനടിയിലെ കേബിളുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചത് ഇന്റർനെറ്റ് ടെലികമ്മ്യൂണിക്കേഷൻ വിതരണത്തെ സാരമായി തന്നെ ബാധിച്ചു. യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ഇന്ത്യ എന്നിവയ്ക്കിടയിൽ വ്യാപിച്ചു കിടക്കുന്ന യൂറോപ്പ് ഇന്ത്യ ഗേറ്റ്വേയും തകരാറിലായി. സംഭവത്തിന് പിന്നിൽ ഹൂത്തികളാണ് എന്ന ഇസ്രായേലിന്റെ ആരോപണം ഹൂത്തികൾ നിഷേധിച്ചിട്ടുണ്ട്. സീ കേബിളുകൾ തകർക്കാൻ തങ്ങൾക്ക് ഉദ്ദേശമില്ല എന്ന് ഹൂത്തി നേതാക്കൾ വ്യക്തമാക്കി. ചെങ്കടലിലെ അടിത്തട്ടിൽ ടെലികമ്മ്യൂണിക്കേഷൻ കേബിളുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചത് ആശയവിനിമയ മേഖലയെ സാരമായി ബാധിച്ചു. ഇതുമൂലം ഏഷ്യ, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ് എന്നിവ തമ്മിലുള്ള ആശയവിനിമയത്തിന്റെ 1/4 വഴിതിരിച്ചുവിടാൻ ഇന്റർനെറ്റ് സേവനദാതാക്കളെ നിർബന്ധിതരാക്കി. 4 പ്രധാന ടെലികോം ശൃംഖലകളിൽ നിന്നുള്ള കേബിളുകളിലാണ് തകരാറുകൾ സംഭവിച്ചത്. ഇത് മിഡിൽ ഈസ്റ്റിലെ ആശയവിനിമയ ശൃംഖലകളിൽ സാരമായ തടസ്സങ്ങളുണ്ടാക്കിയതായി ഹോങ്കോങ് ടെലികോം കമ്പനി അറിയിച്ചു. ഉപഭോക്താക്കൾക്ക് നേരിട്ട തടസ്സം പരിഹരിക്കാൻ ശ്രമിച്ചു വരികയാണെന്നും കമ്പനി വ്യക്തമാക്കി. അതേസമയം കേബിളുകൾക്ക് എങ്ങനെ കേടുപാടുകൾ സംഭവിച്ചുവെന്നോ ആരാണ് ഉത്തരവാദിയെന്നോ കമ്പനി വ്യക്തമാക്കിയിട്ടില്ല. ചെങ്കടലിൽ വാണിജ്യ കപ്പലുകളെ ആക്രമിക്കുന്ന ഹൂത്തി വിമതർ കേബിളുകൾക്ക് നേരെ ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്ന് യമൻ സർക്കാർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അത് കഴിഞ്ഞ് ആഴ്ചകൾക്ക് ശേഷമാണ് കേബിളുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത്. സംഭവത്തിന് പിന്നിൽ ഹൂത്തികളാണെന്ന് ഇസ്രായേലി വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ആരോപണം ഹൂത്തി നേതാക്കൾ നിഷേധിച്ചു. കേബിളുകൾ തകർന്നതിന് പിന്നിൽ തങ്ങളല്ലെന്നും മേഖലയിലെ രാജ്യങ്ങൾക്ക് ഇന്റർനെറ്റ് നൽകുന്ന സീ കേബിളുകൾ തകർക്കാൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ലെന്നും അബ്ദുൽ മാലിക് അൽ ഹൂത്തി പറഞ്ഞു. മീഡിയ 1, ജിദ്ദ. ഹമദ് ആശുപത്രിയിലെ ക്രമക്കേടിൽ 7 ഇന്ത്യക്കാർ ഉൾപ്പെടെ 14 പേർക്ക് തടവും പിഴയും. ആശുപത്രിയിലേക്കുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങിയതിലെ ക്രമക്കേടാണ് ഇവരെ കുടുക്കിയത്. ശിക്ഷിക്കപ്പെട്ട ഇന്ത്യക്കാരിൽ ഒരാൾ ഹമദ് ആശുപത്രി ജീവനക്കാരനാണ്. ഫൈസൽ ഹംസ വിവരങ്ങൾ നൽകാൻ ദോഹയിൽ നിന്ന് ചേരുന്നുണ്ട്. ഫൈസൽ, ഇതെന്താണ് ഈ കേസിന്റെ വിശദാംശം? 14 പേർ ശിക്ഷിക്കപ്പെട്ടു എന്നാണല്ലോ അറിയുന്നത്. എത്ര ഇന്ത്യക്കാർ ഉൾപ്പെട്ടിട്ടുണ്ട്? അമൃത, അഹമ്മദ് ആശുപത്രിയിലെ 4 ജീവനക്കാരും അതോടൊപ്പം തന്നെ കരാർ കമ്പനി ഉടമസ്ഥരും ജീവനക്കാരും ഉൾപ്പെടെ 16 പേരുമാണ് കേസിലുണ്ടായിരുന്നത്. ഇതിൽ 2 പേരെ വെറുതെ വിട്ടു. അങ്ങനെ ആകെ 14 പേർക്കാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിട്ടുള്ളത്. ആ ശിക്ഷിക്കപ്പെട്ടവര് ഇന്ത്യക്കാരിൽ 7 പേരാണ് ആകെ ശിക്ഷിക്കപ്പെട്ടത്. അതിൽ ഒരാള് ഹമദ് മെഡിക്കൽ കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥനാണ്. മറ്റ് 6 പേര് കരാർ കമ്പനിയിലെ ജീവനക്കാരാണ്. ഇന്ത്യക്കാർ, ഈ ശിക്ഷിക്കപ്പെട്ട ഇന്ത്യക്കാർ 4 വർഷം മുതൽ 14 വർഷം വരെ തടവാണ് ഇവർക്ക് വിധിച്ചിട്ടുള്ളത്. സർക്കാർ ടെൻഡറുകളിൽ അഴിമതി നടത്തി, അതായത് ഹമദ് മെഡിക്കൽ കോർപ്പറേഷനിലേക്ക് മെഡിക്കൽ ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിലും വാങ്ങുന്നതിലും നടത്തിയ അഴിമതിയാണ് ഇവർക്കെതിരെ ഈ ശിക്ഷ വിധിക്കാൻ കാരണം, ഇവർക്കെതിരായ കേസിനുള്ള ആധാരം. അതോടൊപ്പം തന്നെ പൊതുപണത്തിന്റെ ദുരുപയോഗം, വിശ്വാസവഞ്ചന, ഓഫീസ് ദുരുപയോഗം തുടങ്ങിയ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരുന്നത്. ഹമദ് ആശുപത്രി ഉദ്യോഗസ്ഥനായ ഈ 4ാം ഇന്ത്യക്കാരൻ 4ാം പ്രതിയാണ് ഈ കേസിൽ. ഇയാൾക്ക് 14 വർഷം തടവും 31.3 കോടി ഖത്തർ റിയാൽ, അത് ഏതാണ്ട് 600 കോടിയോളം ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അത്രയും വലിയ തുക വരും. അത്രയും പിഴയാണ് ഇയാൾക്ക് ചുമത്തിയിരിക്കുന്നത്. 1ാം പ്രതിയായ അദ്ദേഹം ഒരു ഖത്തരി പൗരനാണ്. അദ്ദേഹത്തിന് 15 വർഷം തടവും 72 കോടി ഖത്തർ റിയാലിലേറെ പിഴയും വിധിച്ചിട്ടുണ്ട്. 2ാം പ്രതി ഒരു ജോർദാൻ കാരനാണ്. അദ്ദേഹത്തിന് 11 വർഷം തടവും 17 കോടി ഖത്തർ റിയാലിലേറെ പിഴയുമുണ്ട്. 3ാം പ്രതി ഒരു ഫലസ്തീൻകാരനാണ്. അദ്ദേഹത്തിന് 10 വർഷം തടവും 14 കോടിയിലേറെ ഖത്തർ റിയാൽ പിഴയും ചുമത്തിയിട്ടുണ്ട്. മെഡിക്കൽ ഉപകരണങ്ങൾ നൽകുന്നതിന് കരാറെടുത്ത കമ്പനിയുടെ 2 ഖത്തരി ഉടമസ്ഥരാണ് മറ്റു പ്രതികൾ. ഇവർക്ക് 5ഉം 8ഉം വർഷം തടവാണുള്ളത്. ഈ കമ്പനിയിലെ, അതായത് ഈ കരാറെടുത്ത കമ്പനിയിലെ ജീവനക്കാരാണ് മറ്റു 8 പേർ. അതിൽ 6 പേരാണ് ഇന്ത്യക്കാരുള്ളത്. അവർക്ക് ഈ 6 പേരിൽ 2 പേർക്ക് 14 വർഷം തടവും മറ്റുള്ളവർക്ക് 8 വർഷം തടവുമാണ് ഇപ്പോൾ വിധിച്ചിട്ടുള്ളത്. ആർക്കൊക്കെ എങ്ങനെയെന്നുള്ള, അതായത് ഇന്ത്യക്കാർക്ക് എത്ര തടവ്, ആ തരത്തിൽ ഈ 8 പേരുടെ കാര്യം നമുക്ക് കൃത്യമായി ലഭ്യമായിട്ടില്ല എന്തായാലും വിവരം. പക്ഷെ ഇവർക്കും 50 ലക്ഷം ഖത്തർ റിയാൽ മുതൽ 19.5 കോടി ഖത്തർ റിയാൽ വരെ, അതായത് ഭീമമായ തുക പിഴയും ഇവർക്കും ചുമത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇവര് ശിക്ഷാ കാലാവധി പൂർത്തിയാകുന്നതോടെ ഈ വിദേശികളായിട്ടുള്ള ഇന്ത്യക്കാരും അതേപോലെ ജോർദാനികളും ഫലസ്തീനിയൊക്കെ ആയിട്ടുള്ള ആളുകളെ മുഴുവൻ നാട് കടത്താനും ഖത്തറിലെ ക്രിമിനൽ കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. അമൃത, ദോഹ ഹമദ് ആശുപത്രിയിലെ ക്രമക്കേടിലാണ് 7 ഇന്ത്യക്കാർ ഉൾപ്പെടെ 14 പേർക്ക് തടവും പിഴയും വിധിച്ചിരിക്കുന്നത്. വിവരങ്ങളാണ് ദോഹയിൽ നിന്ന് ഫൈസൽ ഹംസ നൽകിയത്. കുവൈത്തിൽ സർക്കാർ കരാറുകളിൽ
സ്വദേശിവൽക്കരണം നടപ്പാക്കുന്നു. ഇത് സംബന്ധമായ മൂന്നാമത് ഏകോപന യോഗം പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവറിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ചേർന്നു. രാജ്യത്തെ സർക്കാർ ഏജൻസികളിലെ കരാറുകളിൽ നിയന്ത്രണം ബാധകമാക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. രാജ്യത്തെ സ്വദേശി വിദേശി അനുപാതത്തിലെ അസന്തുലിതാവസ്ഥ പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നീക്കം. ഇതിലൂടെ അവിദഗ്ധരും യോഗ്യതയില്ലാത്ത പ്രവാസി തൊഴിലാളികളുടെയും എണ്ണം കുറയ്ക്കാനാകുമെന്നാണ് പ്രതീക്ഷ. നേരത്തെ സർക്കാർ കരാറുകളിൽ സ്വദേശിവൽക്കരണം നടപ്പിലാക്കാനുള്ള കരട് നിയമത്തിന് ജനസംഖ്യാ ഭേദഗതി കമ്മിറ്റി അംഗീകാരം നൽകിയിരുന്നു. ടൂറിസം മേഖലയിൽ സ്വകാര്യ നിക്ഷേപത്തിനൊരുങ്ങി സൗദി അറേബ്യ. $800 കോടി നിക്ഷേപം ഈ മേഖലയിലേക്ക് ആകർഷിക്കാൻ ലക്ഷ്യമിടുന്നതായി ടൂറിസം മന്ത്രി വ്യക്തമാക്കി. 2030 രാജ്യത്തേക്ക് എത്തുന്ന വിദേശി സന്ദർശകരുടെ എണ്ണം 15 കോടിയായി ഉയർത്തുകയാണ് ലക്ഷ്യം. ലോകത്ത് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നിടമാക്കി സൗദിയെ മാറ്റുന്നതിന്റെ ഭാഗമായി കൂടുതൽ നിക്ഷേപത്തിനൊരുങ്ങുകയാണ് സൗദി അറേബ്യ. ഇതിന്റെ ഭാഗമായി രാജ്യത്തെ ടൂറിസം മേഖലയിൽ സ്വകാര്യ നിക്ഷേപത്തിന് അവസരം സൃഷ്ടിക്കുമെന്ന് ടൂറിസം മന്ത്രി അഹമ്മദ് അൽ ഖാത്തിബ് വ്യക്തമാക്കി. $800 കോടി നിക്ഷേപമാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത്. 2030 ഇത് സാധ്യമാക്കാൻ കഴിയുമെന്നും അദ്ദേഹം ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു. രാജ്യത്തേക്കെത്തുന്ന വിദേശ സന്ദർശകരുടെ എണ്ണം 15 കോടിയിലെത്തിക്കുകയെന്നതാണ് അടുത്ത ലക്ഷ്യമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 2023 സൗദി സന്ദർശിച്ച വിദേശികളുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനവ് രേഖപ്പെടുത്തിയിരുന്നു. 10.7 കോടി പേരാണ് ഇക്കാലയളവിൽ സൗദി സന്ദർശിച്ചത്. 250 ബില്യണിലധികം റിയാൽ സന്ദർശകർ രാജ്യത്ത് ചെലവഴിച്ചതായും കണക്കുകൾ പുറത്തുവിട്ടിരുന്നു. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം. സൗദിയിലെ റിയാദിൽ ഹോട്ടൽ വാടക നിരക്ക് കുതിച്ചുയരുന്നു. ലീപ് അടക്കമുള്ള നിരവധി മേളകളുടെ പശ്ചാത്തലത്തിൽ ഹോട്ടലുകളിലെല്ലാം 100% ബുക്കിംഗാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഹോട്ടൽ വാടക നിരക്ക് പ്രതിദിനം $25,000 വരെ ഉയർന്നതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു. പ്രധാന ആഗോള ഇവന്റുകളുടെയെല്ലാം ആതിഥേയ നഗരമായി റിയാദ് മാറിയതാണ് ഹോട്ടൽ മുറികളുടെ വാടക കുതിച്ചുയരാൻ കാരണം. റിയാദിൽ നടക്കുന്ന ലീപ് എക്സിബിഷനിൽ പങ്കെടുക്കാൻ മാത്രം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ജനങ്ങൾ എത്തുന്നത്. എക്സിബിഷനിൽ പങ്കെടുക്കുന്ന വിദേശ കമ്പനികൾ നിരവധി മുറികൾ ബുക്ക് ചെയ്യുകയും മീറ്റിംഗുകൾ നടത്തുന്നതിന് ഹാളുകളും റെസ്റ്റോറന്റുകളും റിസർവേഷൻ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെ മുറികളുടെ ലഭ്യത കുറയുകയും വാടക നിരക്ക് കുത്തനെ ഉയരുകയും ചെയ്തു. റിയാദ് നഗരത്തിലെ ഹോട്ടൽ മുറികളെല്ലാം നിലവിൽ 100% ബുക്കിംഗ് രേഖപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു. 2.5 ലക്ഷം പേരാണ് ഇത്തവണ എക്സിബിഷനിൽ പങ്കെടുക്കുമെന്ന് കണക്കാക്കുന്നത്. എക്സിബിഷൻ നടക്കുന്ന ദിവസങ്ങളിൽ ഹോട്ടൽ ബുക്കിംഗ് നടത്തിയതിൽ ഭൂരിഭാഗവും വിദേശികളാണ്. റിയാദിൽ നിലവിലെ പ്രതിദിന വാടക $3,000 മുതൽ $4,000 വരെയായി ഉയരുകയും ചെയ്തു. എക്സിബിഷനിലെത്തുന്ന വിദേശികൾക്ക് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പുവരുത്താൻ ഹോട്ടലുകൾക്ക് ടൂറിസം മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തെമീം CP, മീഡിയ 1, റിയാദ്. വിദേശികളായ വിദഗ്ധ തൊഴിലാളികളെ സൗദിയിൽ പിടിച്ചു നിർത്താൻ ആശ്രിത ലെവി പുനഃപരിശോധിക്കുമെന്ന് സൗദി ധനമന്ത്രി. പ്രവാസികളുടെ പണം കൂടുതലായി സൗദി വിപണിയിലേക്ക് എത്തിയാൽ കുടുംബത്തിനുള്ള ലെവി പുനഃപരിശോധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൂല്യവർദ്ധിത നികുതി നിലവിൽ പുനഃപരിശോധിക്കില്ല എന്നും മന്ത്രി വ്യക്തമാക്കി. സൗദിയിൽ നിലവിൽ സ്ഥിരം വിസയിൽ കുടുംബത്തിനെയോ അംഗങ്ങളെയോ കൊണ്ടുവരാൻ ലെവി ഈടാക്കുന്നുണ്ട്. കുടുംബത്തിൽ ഒരംഗത്തിന് 400 റിയാൽ വീതം വർഷത്തേക്ക് 4,800 റിയാൽ ലെവിയായി അടക്കണം. ഇതാണ് പുനഃപരിശോധിക്കുമെന്ന് ധനമന്ത്രി മുഹമ്മദ് അൽ ജദ്ആൻ പറഞ്ഞത്. സൗദി സമ്പദ് വ്യവസ്ഥയിലേക്ക് മികച്ച കഴിവുള്ള പ്രതിഭകളെ ആകർഷിക്കുകയാണ് ലക്ഷ്യം. ഇത്തരക്കാരെ ആകർഷിക്കാൻ നിരവധി പദ്ധതികളാണ് രാജ്യത്ത് നടപ്പിലാക്കി വരുന്നത്. ഇതിന്റെ ഭാഗമായാണ് ആശ്രിത ലെവി പുനഃപരിശോധിക്കുവാനുള്ള തീരുമാനവും. ആശ്രിത ലെവി പുനർനിർണ്ണയിക്കുന്നതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ധനമന്ത്രി പറഞ്ഞു. പക്ഷേ ഇതെല്ലാവർക്കും ലഭിക്കുമോ എന്നത് വ്യക്തമല്ല. പ്രത്യേക വിഭാഗക്കാർക്ക് മാത്രമാകുമോ എന്നതും മന്ത്രി പറഞ്ഞിട്ടില്ല. സൗദിയിലെ പ്രവാസികൾക്കുള്ള നേട്ടം സൗദി ജനതക്കും ലഭിക്കാനാണ് ലെവി ഈടാക്കിയത്. ഈ തുക സൗദി ജനതയിലെ പിന്നോക്കക്കാർക്കായി ഉപയോഗിച്ചു. അവരുടെ നില മെച്ചപ്പെടുന്നതാണ് നിലവിലെ സാഹചര്യം. വാറ്റും ഇതേ ആവശ്യത്തിന് ഉപയോഗപ്പെടുത്തി. നിലവിൽ പ്രവാസികളുടെ ചെലവഴിക്കൽ സൗദിയിൽ വർദ്ധിച്ചു വരികയാണ്. ഈ സാഹചര്യവും ലെവി പുനഃപരിശോധിക്കുന്നതിന് പരിഗണിക്കും. അതേസമയം സൗദിയിൽ നടപ്പാക്കിയ വാറ്റ് അഥവാ മൂല്യവർദ്ധിത നികുതി കുറക്കാൻ നിലവിൽ ആലോചനയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ. 2023 4,310 കോടി റിയാൽ ബജറ്റ് മിച്ചവുമായി ഖത്തർ ധനകാര്യ മന്ത്രാലയമാണ് കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ പുറത്തുവിട്ടത്. കഴിഞ്ഞ വർഷം ആദ്യപാദത്തിലാണ് ഏറ്റവും കൂടുതൽ ബജറ്റ് മിച്ചമുണ്ടായത്. 19.7 ബില്യൺ ഖത്തർ റിയാൽ. മൂന്നാം പാദത്തിൽ 12 ബില്യണും രണ്ടാം പാദത്തിൽ 10 ബില്യൺ ഖത്തർ റിയാലും മിച്ചമുണ്ടായി. എന്നാൽ നാലാം പാദത്തിൽ ഇത് 1.4 ബില്യൺ ഖത്തർ റിയാലാണ്. നാലാം പാദത്തിലെ ആകെ വരുമാനം
55.6 ബില്യൺ റിയാലാണ്. മുൻപാദത്തെ അപേക്ഷിച്ച് 10% കുറവ് രേഖപ്പെടുത്തി. ഇതിൽ 51 ബില്യൺ എണ്ണ വരുമാനവും 4.6 ബില്യൺ ഖത്തർ റിയാൽ എണ്ണ ഇതര വരുമാനവുമാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. 2022 89 ബില്യൺ ഖത്തർ റിയാലിന്റെ റെക്കോർഡ് മിച്ചം രേഖപ്പെടുത്തിയിരുന്നു. ലോകകപ്പ് ഫുട്ബോളും യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് പ്രകൃതിവാതക വിപണിയിലെ ആവശ്യകത കൂടിയതുമാണ് അന്ന് വരുമാനം കൂട്ടിയത്. അതേസമയം നോർത്ത് ഫീൽഡ് വികസന പദ്ധതികൾ പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകുന്നതോടെ പ്രകൃതിവാതകത്തിൽ നിന്നുള്ള വരുമാനം ഇനിയും ഉയരും. അത് ഖത്തറിന്റെ സമ്പദ്ഘടനയ്ക്ക് കൂടുതൽ കരുത്തു പകരും. മീഡിയ 1 ദോഹ. ഒമാനിൽ നിന്ന് ഈ വർഷം ഹജ്ജിന് പോകാൻ യോഗ്യത നേടിയവർ ആവശ്യമായ വാക്സിനുകൾ എടുക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം. തീർത്ഥാടകർ ഹജ്ജ് യാത്രയ്ക്ക് 10 ദിവസം മുൻപെങ്കിലും ഈ വാക്സിനുകൾ എടുക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഒമാനി പൗരന്മാർക്കും പ്രവാസികൾക്കും ഓരോ ഗവർണറേറ്റിലെയും ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുള്ള ആരോഗ്യ സ്ഥാപനങ്ങളിൽ നിന്ന് വാക്സിൻ സ്വീകരിക്കാവുന്നതാണ്. സീസണൽ ഫ്ലൂ, മെനിങ്ങോകോക്കൽ കൺജഗേറ്റ് വാക്സിൻ എന്നിവയാണ് എടുക്കേണ്ടത്. മെനിഞ്ചൈറ്റിസിന്റെ വാക്സിന് 5 വർഷത്തെ സംരക്ഷണ കാലാവധിയുണ്ട്. അതിനാൽ ഈ വാക്സിൻ എടുത്ത് 5 വർഷമായിട്ടില്ലെങ്കിൽ വീണ്ടും സ്വീകരിക്കേണ്ടതില്ല. എന്നാൽ ഈ വാക്സിൻ മുമ്പ് എടുത്തതിന് തെളിവ് ഹാജരാക്കണം. അണുബാധയുടെ വ്യാപനം തടയുന്നതിനും പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിനുമായി സൗദി അറേബ്യയിൽ പ്രവേശിക്കുന്നതിന് വാക്സിനുകൾ എടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അധികൃതർ അറിയിച്ചു. ഈ വർഷം ഒമാനിൽ നിന്ന് 13,586 പേരാണ് ഹജ്ജിന് അർഹത നേടിയിട്ടുള്ളത്. മീഡിയ 1 മസ്കത്ത്. കുവൈത്തിൽ ആടുകളുടെ വില കുതിച്ചുയരുന്നു. റമദാൻ അടുത്തതും വിപണിയിൽ ആവശ്യത്തിനുള്ള ആടുകൾ ലഭ്യമല്ലാത്തതുമാണ് വില വർധനയ്ക്ക് കാരണം. നിലവിൽ ആടുകൾക്ക് 100 മുതൽ 160 ദിനാർ വരെയാണ് ഈടാക്കുന്നത്. ആടുക്ഷാമം പരിഹരിക്കാൻ ഇറാൻ, ജോർദാൻ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്തെങ്കിലും വിലയിൽ കാര്യമായ മാറ്റം വന്നിട്ടില്ല. എന്നാൽ കൂടുതൽ ആടുകൾ വരുന്നതോടെ വിപണിയിലെ വില കുറയുമെന്ന് ഫുഡ് സപ്ലൈസ് യൂണിയൻ ചെയർമാൻ ഫഹദ് അൽ അർബാഷ് പറഞ്ഞു. മാർക്കറ്റിൽ അധികൃതർ ഇടപെടണമെന്നും റേഷൻ വഴി കൂടുതൽ ഫ്രഷ് മാംസങ്ങൾ വിതരണം ചെയ്യണമെന്നും വാണിജ്യ മന്ത്രാലയത്തോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. 37,500 ഓസ്ട്രേലിയൻ ആടുകളെ അടങ്ങുന്ന ഷിപ്മെന്റ് ഉടൻ തന്നെ രാജ്യത്തെത്തും. റമദാനിൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് ഇളവ് പ്രഖ്യാപിച്ച് ഖത്തർ വാണിജ്യ വ്യവസായ മന്ത്രാലയം. 900ഓളം ഉൽപ്പന്നങ്ങൾക്കാണ് റമദാനിൽ വിലക്കുറവ് പ്രഖ്യാപിച്ചത്. രാജ്യത്തെ വിവിധ ഹൈപ്പർ മാർക്കറ്റുകളുമായി സഹകരിച്ചാണ് വാണിജ്യ വ്യവസായ മന്ത്രാലയം വിലയിളവ് പ്രഖ്യാപിച്ചത്. തിങ്കളാഴ്ച ആരംഭിച്ച റമദാൻ ഡിസ്കൗണ്ട് പെരുന്നാൾ വരെ തുടരും. സ്വദേശികൾക്കും താമസക്കാർക്കും നോമ്പുകാലത്ത് കുറഞ്ഞ വിലയ്ക്ക് സാധന സാമഗ്രികൾ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് വിപണി ഇടപെടൽ. നിത്യോപയോഗ വസ്തുക്കളാണ് ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത്. പാല്, തൈര്, പാലുൽപ്പന്നങ്ങൾ, ടിഷ്യൂ പേപ്പർ, ക്ലീനിംഗ് ഉൽപ്പന്നങ്ങൾ, പാചക എണ്ണകൾ, നെയ്യ്, ചീസ്, ശീതീകരിച്ച പച്ചക്കറികൾ, പരിപ്പ്, കുടിവെള്ളം, ജ്യൂസുകൾ, തേൻ, റൊട്ടി, ടിൻ ഭക്ഷണങ്ങൾ, പാസ്ത എന്നിവയ്ക്കുൾപ്പെടെയാണ് വിലക്കുറവ് പ്രഖ്യാപിച്ചത്. ഇവയുടെ പട്ടികയും മന്ത്രാലയം പുറത്തുവിട്ടു. റമളാനിൽ ഭക്ഷ്യ ആവശ്യം വർദ്ധിക്കുന്നതിനാലാണ് നിത്യോപയോഗ വസ്തുക്കൾക്ക് വിലക്കുറവ് വാഗ്ദാനം ചെയ്യുന്നത്. ലുലു ഹൈപ്പർ മാർക്കറ്റ്, ഗ്രാൻഡ് മാൾ ഹൈപ്പർ മാർക്കറ്റ്സ്, സഫാരി ഹൈപ്പർ മാർക്കറ്റ്, അൽമീര, കാരിഫോർ, ഫാമിലി ഫുഡ് സെന്റർ തുടങ്ങിയ ഹൈപ്പർ മാർക്കറ്റുകളിലെല്ലാം വിലയിൽ ഇളവ് ലഭിക്കും. മീഡിയ 1 ദോഹ. ഖോർഫുഖാൻ അഹ്ലൻ റമദാൻ പ്രഭാഷണ പരിപാടിയിൽ ഹുസൈൻ സലഫി പങ്കെടുക്കും. മാർച്ച് 9 ശനിയാഴ്ച രാത്രി ഖോർഫുഖാൻ ഉമർ ബിൻ ഖത്താബ് മസ്ജിദിലാണ് പരിപാടി. കുവൈത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളുടെ പത്രിക സ്വീകരിച്ചു തുടങ്ങിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ആദ്യ ദിവസത്തിൽ 42 പേരാണ് പത്രിക നൽകിയത്. ഇതിൽ 2 പേർ വനിതകളാണ്. രാവിലെ 7:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയാണ് നോമിനേഷൻ സ്വീകരിക്കുക. നോമിനേഷൻ ആരംഭിച്ചതിനെ തുടർന്ന് ഷുവൈക്കിലെ തെരഞ്ഞെടുപ്പ് കാര്യ വകുപ്പ് ആസ്ഥാനത്ത് സ്ഥാനാർത്ഥികളെ സ്വീകരിക്കുന്നതിന് വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഏപ്രിൽ 4-നാണ് തെരഞ്ഞെടുപ്പ്. രാജ്യത്തെ 5 മണ്ഡലങ്ങളിൽ നിന്നായി ഒരു മണ്ഡലത്തിൽ നിന്ന് 10 പേരെന്ന നിലയിൽ 50 പേരെയാണ് ദേശീയ അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കുക. UAEയിൽ ശക്തമായ മഴ. ഇന്ന് പുലർച്ചെയും പകലുമായി പെയ്ത മഴയിൽ പലയിടങ്ങളിലും റോഡുകളിൽ വെള്ളം നിറഞ്ഞു. യാത്രക്കാർ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കണമെന്നും സുരക്ഷാ മുൻകരുതലുകൾ എടുക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബുധനാഴ്ച വരെ രാജ്യത്തുടനീളം ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ സമുദ്രമേഖലയിലും മഴയ്ക്ക് സാധ്യതയുണ്ട്. പർവ്വത മേഖലകളിലാണ് ഏറ്റവും ശക്തമായ മഴ ലഭിച്ചത്. ഇതോടെ പല വാദികളും നിറഞ്ഞു കവിഞ്ഞ് സമീപത്തെ റോഡുകളിലൂടെ ഒഴുകാൻ തുടങ്ങി. അലൈൻ, ഫുജൈറ, റാസൽ ഹൈമ, അബുദാബിയിലെ ചില തീരപ്രദേശങ്ങൾ എന്നിവിടങ്ങളിലും ദുബൈയിൽ ദുബൈ മറീന, ജുമേറ ബീച്ച് റോഡ്, മെയ്ദാൻ, ഷെയ്ഖ് സായിദ് റോഡ്, ദേര എന്നിവിടങ്ങളിലും മഴ ലഭിച്ചു.
ഹത്തയിൽ ശക്തമായ മഴയാണ് റിപ്പോർട്ട് ചെയ്തത്. അല്ലൈനിൽ ആലിപ്പഴ വർഷവും ഉണ്ടായത് ചിലയിടങ്ങളിൽ ഗതാഗത തടസ്സമുണ്ടാക്കി. എന്നാൽ കഴിഞ്ഞ തവണത്തെ പോലെ വ്യാപകമായ രീതിയിൽ ആലിപ്പഴ വീഴ്ച ഇത്തവണയുണ്ടായില്ല. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ജാഗ്രത പാലിക്കണമെന്ന നേരത്തെ അബുദാബി പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. മീഡിയ 1 ദുബൈ. കുവൈത്തിലെ ബജറ്റ് വിമാന കമ്പനിയായ ജസീറ എയർവേസ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സ്ഥാനത്ത് നിന്ന് രോഹിത് രാമചന്ദ്രൻ ഒഴിഞ്ഞു. കഴിഞ്ഞ 7 വർഷമായി ജസീറ എയർലൈൻസിന്റെ സിഇഒ ആയിരുന്നു. കൊച്ചി സ്വദേശിയായ രോഹിത് കഴിഞ്ഞ 25 വർഷമായി ഏവിയേഷൻ രംഗത്ത് പ്രവർത്തിച്ചു വരികയാണ്. മിഡിൽ ഈസ്റ്റിലെ ആദ്യത്തെ ലോ കോസ്റ്റ് എയർലൈനായ എയർ അറേബ്യയുടെ സ്റ്റാർട്ടപ്പ് ടീമിൽ അംഗമായിരുന്നു. ലോകത്തിലെ ഏറ്റവും പഴയ പ്രൊഫഷണൽ ബോഡിയായ റോയൽ എയറോനോട്ടിക്കൽ സൊസൈറ്റിയുടെ ഫെലോ ആയും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. മുൻ CFO ആയിരുന്ന ഭരതൻ പശുപതിയാണ് പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. 11 പേരുടെ പൗരത്വം പിൻവലിച്ച് കുവൈത്ത്. വ്യാജ വിവരങ്ങൾ നൽകി വഞ്ചനയിലൂടെയാണ് ഇവർ പൗരത്വം നേടിയതെന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് നടപടി. സൗദി, സിറിയ, ഈജിപ്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ഇവർ. ദേശീയ പൗരത്വ നിയമം അനുസരിച്ചാണ് നടപടി. ഉപപ്രധാനമന്ത്രിയും ആക്ടിംഗ് ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് അധ്യക്ഷനായ സുപ്രീം കമ്മിറ്റിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് തീരുമാനം. 1959 കുവൈത്ത് നാഷണാലിറ്റി ലോ അനുസരിച്ച് വ്യക്തികളുടെ പൗരത്വം പിൻവലിക്കാൻ സർക്കാരിന് അധികാരമുണ്ട്. കുവൈത്ത് അമീറിന് UAEയിൽ ഊഷ്മള വരവേൽപ്പ്. അബുദാബിയിലെത്തിയ ഷെയ്ഖ് മിഷലിനെ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് സ്വീകരിച്ചു. UAEയുടെ ഉന്നത ബഹുമതിയായ സായിദ് ഓർഡറും അമീറിന് സമ്മാനിച്ചു. ആകാശത്ത് വർണ്ണങ്ങൾ വിതറി പറക്കുന്ന വിമാനങ്ങൾ, നിരവധി അകമ്പടി വാഹനങ്ങൾ, പരമ്പരാഗത വേഷത്തിൽ അണിനിരന്ന പെൺകുട്ടികൾ, ഒപ്പം കുതിരപ്പട്ടാളം. അബുദാബിയിലെത്തിയ കുവൈത്ത് അമീർ ഷെയ്ഖ് മിഷ്അൽ അൽ അഹമ്മദ് സബാഹിന് ഊഷ്മള വരവേൽപ്പാണ് കസറൽ വത്തൻ കൊട്ടാരത്തിൽ ഒരുക്കിയത്. അബുദാബി വിമാനത്താവളത്തിൽ അമീറിനെ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ സ്വീകരിച്ചു. UAE വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോർട്ട് ചെയർമാനുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹ്യാനും വിമാനത്താവളത്തിലെത്തി. തുടർന്നായിരുന്നു UAE പ്രസിഡൻഷ്യൽ പാലസായ കസറൽ വത്തനിൽ ഔദ്യോഗിക സ്വീകരണം. രാജ്യത്തിന്റെ ആദരസൂചകമായി UAEയുടെ സായിദ് ഓർഡർ കുവൈത്ത് അമീറിന് UAE പ്രസിഡന്റ് സമ്മാനിച്ചു. ഗൾഫ് മേഖലയുടെ കെട്ടുറപ്പിനായുള്ള പ്രവർത്തനങ്ങളെ മാനിച്ച് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദിന് കുവൈത്ത് അമീർ മുബാറക് അൽ കബീർ ഓർഡർ സമ്മാനിക്കുകയും ചെയ്തു. വൈകുന്നേരത്തോടെ കുവൈത്ത് അമീർ UAEയിൽ നിന്ന് മടങ്ങി. മീഡിയ 1 അബുദാബി. തിരക്കേറിയ ദുബൈ അൽ വസൽ റോഡ് ഉമ്മുസുഖൈം സ്ട്രീറ്റ് ഭാഗത്ത് ഗതാഗതം എളുപ്പമാക്കുന്ന പദ്ധതി പൂർത്തീകരിച്ച് റോഡ് ഗതാഗത അതോറിറ്റി. പ്രദേശത്ത് പുതിയ ട്രാഫിക് ജംഗ്ഷൻ തുറന്നാണ് അധികൃതർ യാത്രാസമയം കുറക്കുന്ന നടപടി സ്വീകരിച്ചത്. അൽ മജാസിമി അൽ വാസൽ റോഡിലാണ് പുതിയ ജംഗ്ഷൻ നിർമ്മിച്ചിട്ടുള്ളത്. ഉമ്മുസുഖീം സ്ട്രീറ്റിനും അൽത്തനിയ സ്ട്രീറ്റിനുമിടയിലാണ് ജംഗ്ഷൻ സ്ഥിതി ചെയ്യുന്നത്. ട്രാഫിക് സിഗ്നൽ നിർമ്മിച്ചതിനു പുറമെ കൂടുതൽ പാതകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതുവഴി യാത്രാസമയം 3 മിനിറ്റിൽ നിന്ന് 30 സെക്കൻഡായി കുറയും. നവീകരണം പൂർത്തിയായതോടെ അൽ മജാസിമി സ്ട്രീറ്റിൽ നിന്ന് അൽവാസൽ റോഡിലേക്ക് ഇടതുഭാഗത്തേക്കുള്ള തിരിവ് സുഗമമാകും. ഇതോടെ ഇവിടെ ഉമ്മുസുഖീം സ്ട്രീറ്റിലേക്ക് വലതുഭാഗത്തേക്ക് തിരിയേണ്ട നിലവിലെ സ്ഥിതിയും ഇല്ലാതാകും. നിരവധി സ്ഥാപനങ്ങളും സ്കൂളുകളും സ്ഥിതി ചെയ്യുന്ന മേഖലയിൽ ജംഗ്ഷൻ വന്നതോടെ ഗതാഗത തിരക്ക് ഗണ്യമായി കുറയുമെന്നാണ് പ്രതീക്ഷ. പദ്ധതിയിൽ ഉൾപ്പെടുത്തി അൽമജാസിമി സ്ട്രീറ്റിലെ പാത ഒരു ലൈനിൽ നിന്ന് 2ആയി വികസിപ്പിച്ചിട്ടുമുണ്ട്. ഇതോടെ ഇതിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങളുടെ എണ്ണം മണിക്കൂറിൽ 1200 നിന്ന് 2400 ഉയരും. RTA ക്വിക്ക് ട്രാഫിക് ഇംപ്രൂവ്മെന്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി പൂർത്തീകരിച്ചത്. മീഡിയ 1 ദുബൈ. ദുബൈയിലെ മുൻനിര സർക്കാർ സേവനദാതാക്കളായ ECH ഡിജിറ്റലിന്റെ പുതിയ സേവന കേന്ദ്രം ദുബൈ അൽ ബുസ്താൻ സെന്ററിൽ തുറന്നു. ECH ഡിജിറ്റൽ CEO ഇക്ബാൽ മാർക്കോണിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ദുബൈയിലെ വിവിധ സർക്കാർ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരും അറബ് പൌരപ്രമുഖരും സംബന്ധിച്ചു. 20-ൽ പരം രാജ്യങ്ങളിൽ നിന്നുള്ള 200-ലേറെ ജീവനക്കാർ ജോലി ചെയ്യുന്ന ദുബൈ സർക്കാർ സേവന മേഖലയിലെ ഏറ്റവും വലിയ സ്വകാര്യ സ്ഥാപനം കൂടിയാണ് ECH ഡിജിറ്റൽ. ഇന്ത്യൻ കോഫി ഹൌസിന്റെ പുതിയ റെസ്റ്റോറന്റ് ഖത്തറിൽ പ്രവർത്തനം തുടങ്ങി. എസ്താൻ മാളിലെ റെസ്റ്റോറന്റ് ICC പ്രസിഡന്റ് AP മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. തനതായ ഇന്ത്യൻ രുചി വൈവിധ്യങ്ങളുമായാണ് ഇന്ത്യൻ കോഫി ഹൌസ് വക്രയിലെ എസ്താൻ മാളിലെത്തുന്നത്. വിവിധ തരം ദോശകൾ, പലഹാരങ്ങൾ തുടങ്ങിയവയെല്ലാം എസ്താൻ മാളിൽ ഭക്ഷണപ്രിയർക്ക് രുചിച്ചറിയാം. മാളുകളിലേക്ക് ബിസിനസ് വ്യാപിപ്പിക്കുന്നതിന്റെ ആദ്യ ചുവടാണ് എസ്താൻ മാളിലെ പുതിയ റെസ്റ്റോറന്റ് എന്ന്
മാനേജ്മെന്റ് അറിയിച്ചു. ഇന്ത്യൻ കോഫി ഹൗസ് ഖത്തർ മലയാളികൾക്ക് വളരെ സുപരിചിതമായ ഒരു പേരാണ്. അങ്ങനെ ഇന്ത്യൻ കോഫി ഹൗസ് ആദ്യമായിട്ട് മോളിലേക്കും കൂടെ ഒരു ബേബി സ്റ്റെപ്പ് വെച്ചേക്കാണ്. നമ്മുടെ ഫസ്റ്റ് ബ്രാഞ്ച് ഇതാ എസ്ആൻ മോളിലാണ് തുടങ്ങിയിരിക്കുന്നത്. എസ്ആൻ മോൾ നമ്മൾ ചൂസ് ചെയ്യാനുള്ള കാരണം നമ്മുടെ ഈ ഒത്തൻറ്റിക് ഇന്ത്യൻ ക്യൂസിൻസ് വിദേശികൾക്കും ഇവിടുത്തെ ഖത്തർ നാഷണാലിറ്റീസ്ക്കും എല്ലാവർക്കും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ദാറ്റ് ഈസ് അവർ സോൾ ഇൻറ്റൻഷൻ. ഖത്തറിന് പുറമെ UAE-യിലും ഇന്ത്യൻ കോഫി ഹൗസിന് ബ്രാഞ്ചുകളുണ്ട്. ICBF പ്രസിഡന്റ് ഷാനവാസ് ബാവ, മൈക്രോ ഹെൽത്ത് ലബോറട്ടറീസ് CSO അൽക്കാമീര സണ്ണി, ഇന്ത്യൻ കോഫി ഹൗസ് MD അബ്ദുൽ നാസർ, ഓപ്പറേഷൻസ് മാനേജർ C നാരായൺ തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ 1 ദോഹ. കുവൈത്തിൽ മുർഗ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ഫൈനൽ മത്സരത്തിൽ തസ്മിയ ടീം 20 റൺസിന് ലുലു മണിയെ പരാജയപ്പെടുത്തി. വിജയികൾക്കുള്ള സമ്മാനങ്ങൾ മുർഗാബ് പ്രീമിയർ ലീഗ് ഭാരവാഹികൾ സമ്മാനിച്ചു. മാൻ ഓഫ് ദി മാച്ചായി മുദസ്സിർ ഷെയ്ഖിനെയും ബെസ്റ്റ് ബാറ്റ്മാനായി റഫീഖിനെയും ബെസ്റ്റ് ബൌളറായി ഷഹസാദ് ലാലുവിനെയും തെരഞ്ഞെടുത്തു. സൗദി ജുബൈൽ EGPC കൂട്ടായ്മ സംഘടിപ്പിച്ചുവന്ന സൗത്ത് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റ് സമാപിച്ചു. ഹാർഡ്ബോൾ ഇനം ഫൈനൽ മത്സരത്തിൽ ടീം യൂണിക്കോണിനെ പരാജയപ്പെടുത്തി ടീം റോയൽ ഡയമണ്ട്സ് ജേതാക്കളായി. ടെന്നീസ് ബോൾ ഇനം ഫൈനലിൽ ടീം മാക്സ് സിഗ്മയെ തോൽപ്പിച്ച ടീം JK സ്ട്രൈക്കേഴ്സ് ജേതാക്കളായി. വിവിധ ടീമുകളിലായി 150-ലേറെ താരങ്ങൾ അണിനിരന്നു. ബൈജു അഞ്ചൽ, രാജേഷ് കായംകുളം എന്നിവർ ചേർന്ന് ട്രോഫികൾ വിതരണം ചെയ്തു. മലയാളികൾ നേതൃത്വം നൽകുന്ന കോൺഫിഡന്റ് ഗ്രൂപ്പ് ദുബൈയിൽ നിർമ്മിച്ച ആഡംബര ഫ്ളാറ്റ് സമുച്ചയമായ കോൺഫിഡന്റ് ലാൻകാസ്റ്ററിന്റെ ആദ്യ താക്കോൽദാനം നിർവഹിച്ചു. ഫ്ളാറ്റ് സ്വന്തമാക്കിയ ഇമ്രാത്തി പൗർനാണ് ദുബൈയിൽ നടന്ന ചടങ്ങിൽ ആദ്യ താക്കോൽ കൈമാറിയത്. 11 മാസത്തിനകം റെക്കോർഡ് വേഗത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയാണ് പദ്ധതിയുടെ ആദ്യ താക്കോൽ കൈമാറുന്നതെന്ന് ഗ്രൂപ്പ് സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ CJ റോയ് പറഞ്ഞു. ദുബൈ ഡിവിഷൻ മേധാവി രോഹിത് റോയ്, എഞ്ചിനീയർ വലീദ് സലാഹ എന്നിവരാണ് ദുബൈയിൽ നടന്ന ചടങ്ങിൽ കോൺഫിഡന്റ് ലാൻകാസ്റ്ററിന്റെ നിർമ്മാണം പൂർത്തിയായതായി പ്രഖ്യാപിച്ചത്. ഇമറാത്തി പൗരനായ ഫ്ളാറ്റ് ഉടമ അപ്പാർട്ട്മെന്റിന്റെ താക്കോൽ ഏറ്റുവാങ്ങി. ഉദ്ഘാടനത്തിനു മുമ്പ് ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ 70% അപ്പാർട്ട്മെന്റുകളും വിറ്റുപോയിരുന്നതായി സംരംഭകർ പറഞ്ഞു. സ്റ്റുഡിയോ, 1 ബെഡ്റൂം, 2 ബെഡ്റൂം എന്നിങ്ങനെ 81 ബ്രാൻഡഡ് ഫ്ളാറ്റുകളാണ് പദ്ധതിയിലുള്ളത്. ദുബൈയിൽ 3 പുതിയ പദ്ധതികൾ കൂടി ഗ്രൂപ്പ് ഉടൻ പ്രഖ്യാപിക്കുമെന്നും കോൺഫിഡന്റ് ഗ്രൂപ്പ് അധികൃതർ പറഞ്ഞു. മീഡിയ 1 ദുബായ്. സൗദി അസീർ ക്രിക്കറ്റ് കൂട്ടായ്മ സംഘടിപ്പിച്ച പ്രീമിയർ ലീഗ് സമാപിച്ചു. ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ പൊട്ടാക് സ്ട്രൈക്കേഴ്സ് വിജയികളായി. 8 ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റിൽ 100-ലധികം താരങ്ങൾ പങ്കെടുത്തു. വീറും വാശിയും നിറഞ്ഞ അസീർ ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് സമാപിച്ചു. 8 ടീമുകൾ ഏറ്റുമുട്ടിയ മേളയുടെ കലാശപ്പോരാട്ടത്തിൽ കിങ്സ് 11 ഖമീസിനെ തോൽപ്പിച്ച് മൊഡാക് സ്ട്രൈക്കേഴ്സ് കിരീടം ചൂടി. മേള സാദ് സഹാബ് ഷഹ്റാനി ഉദ്ഘാടനം ചെയ്തു. ലന സ്കൂൾ പ്രതിനിധി അഷ്റഫ് കുറ്റിച്ചൽ, OICC സൗദി നാഷണൽ പ്രസിഡന്റ് ബിജു കല്ലുമല, മനാഫ് പരപ്പിൽ, ഡോക്ടർ ഷിജു ഭാസ്കർ, മുജീബ്, ബുർബൻ ബാട്ടി, റസാഖ് എന്നിവർ സംബന്ധിച്ചു. ടൂർണമെന്റിലെ മികച്ച കളിക്കാരനായി ഇർഷാദിനെയും മികച്ച ബൌളറായി പ്രമോദ് ചടയമംഗലത്തെയും തെരഞ്ഞെടുത്തു. കീപ്പറായി നബീലും ഫീൽഡറായി അനീസും തെരഞ്ഞെടുക്കപ്പെട്ടു. വിജയികൾക്ക് ട്രോഫികളും പ്രൈസ് മണിയും സമ്മാനിച്ചു. റണ്ണേഴ്സ് ട്രോഫി അൻഖ ഫാക്ടറി മാനേജർ നാസർ സമ്മാനിച്ചു. പ്യാരി ഷഫീഖ്, അലി, മുസ്തഫ, ഷബീർ, സലീം എന്നിവർ നേതൃത്വം നൽകി. മീഡിയ 1 ദമാം. ഇന്ത്യ മുന്നണിയെ അധികാരത്തിലെത്തിക്കാൻ എല്ലാ ജനാധിപത്യ വിശ്വാസികളും മുന്നിട്ടിറങ്ങണമെന്ന് മുസ്ലിം യൂത്ത് ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഫൈസൽ ബാബു. KMCC ദമാം സെൻട്രൽ കമ്മിറ്റി സംഘടിപ്പിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ നഷ്ടപ്പെട്ട ഇന്ത്യയുടെ മതേതര പ്രതിച്ഛായ വീണ്ടെടുക്കുകയും ഫാസിസ്റ്റ് ഭരണത്തിൽ അടിച്ചമർത്തപ്പെടുന്ന ന്യൂനപക്ഷ ദളിത് അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുവാനും ഇന്ത്യ മുന്നണിയെ തെരഞ്ഞെടുക്കണമെന്ന് ക്യാമ്പയിൻ ആവശ്യപ്പെട്ടു. ഇന്ത്യയിൽ ഇനിയൊരു തെരഞ്ഞെടുപ്പ് വേണോ എന്ന് തീരുമാനിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേതെന്ന് യൂത്ത് ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു പറഞ്ഞു. KMCC ദമാം സെൻട്രൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഗമം പ്രവിശ്യ KMCC പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി കോഡൂർ ഉദ്ഘാടനം ചെയ്തു. 4 പതിറ്റാണ്ട് നീണ്ട പ്രവാസ ജീവിതം അവസാനിപ്പിച്ച നാട്ടിലേക്ക് മടങ്ങുന്ന KMCC സ്ഥാപക നേതാക്കളിൽ ഒരാളായ സുലൈമാൻ കൂലേരിയെ ചടങ്ങിൽ ആദരിച്ചു. KMCC സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായുള്ള സഹായ വിതരണവും നടത്തി. നേതാക്കളായ ഹമീദ് വടകര, സിദ്ദീഖ് പാണ്ടികശാല, മാലിക് മക്ബൂൽ, ബഷീർ ബാക്കവി, കുഞ്ഞി മുഹമ്മദ് കടവനാട് തുടങ്ങിയവർ സംബന്ധിച്ചു. മുജീബ് കൊളത്തൂർ, മഹ്മൂദ് പൂക്കാട്, അസ്ലം കൊളക്കോടൻ എന്നിവർ നേതൃത്വം നൽകി. മീഡിയ 1 ദമ്മാം.
കൊല്ലം കടയ്ക്കൽ തിരുവാതിര ഉത്സവാഘോഷ പരിപാടി ദുബൈയിൽ നടന്നു. കടയ്ക്കൽ പ്രവാസി ഫോറവും അൽ സഫീർ ഇവന്റ് മാനേജ്മെന്റും ചേർന്നാണ് പ്രവാസി ഫെസ്റ്റ് അറ്റ് ദുബൈ എന്ന പേരിൽ ഉത്സവം നടത്തിയത്. നാട്ടുത്സവത്തിന്റെ തനിമയോടെയായിരുന്നു ആഘോഷ പരിപാടികൾ. എല്ലാ വർഷവും കൊല്ലം കടയ്ക്കൽ ദേവീക്ഷേത്രത്തിൽ നടക്കുന്ന തിരുവാതിര മഹോത്സവത്തിന്റെ ഗൾഫ് ആവിഷ്കാരം കൂടിയായിരുന്നു പ്രവാസി ഫെസ്റ്റ് അറ്റ് ദുബായ്. സിനിമാ താരം അൻസിബ ഹസൻ ഉദ്ഘാടനം നിർവഹിച്ചു. കടയ്ക്കൽ തിരുവാതിരയുടെ ഭാഗമായ എടുപ്പുകുതിരയുടെ പശ്ചാത്തലത്തിലായിരുന്നു ഘോഷയാത്ര. പ്രമുഖ പഞ്ചവാദ്യ വിദഗ്ധൻ രാജേഷ് പല്ലാവൂരിന്റെ നേതൃത്വത്തിൽ 25ഓളം ചെണ്ട പഞ്ചവാദ്യ കലാകാരന്മാർ അണിനിരന്നു. ഡോക്ടർ സലാം പുള്ളായത്തിന്റെ കൗൺസിലിംഗ് ക്ലാസും സംഘടിപ്പിച്ചു. ടാൽറോപ്പിന്റെ കോ ഫൗണ്ടറും CFOയുമായ അനസ് അബ്ദുൽ ഗഫൂർ, റീം ഖാൻ തുടങ്ങിയവർ സംസാരിച്ചു. കടയ്ക്കൽ പ്രവാസി സാരഥികളായ ബുനൈസ് കാസിം, ഷംനാദ്, റഹീം കടയ്ക്കൽ, നസീഫ് കുമ്മിൽ, റിയാദ് കടയ്ക്കൽ, ഷാജിലാൽ കടയ്ക്കൽ, നസീർ റാവുത്തർ, സുധീർ ഇളമ്പഴന്നൂർ, ഷെഫി തൊളിക്കുഴി എന്നിവർ മേൽനോട്ടം വഹിച്ചു. അനസ് അബ്ദുൽ ഗഫൂർ, ആരോമൽ, ഉദയഗിരി സുരേഷ്, അനൂജ്, ഷാഫർ, റിയാദ് ജബ്ബാർ, സമീർ കല്ലറ, ഷാജി കടയ്ക്കൽ, മുഹമ്മദ്, ജയപ്രകാശ്, അഡ്വക്കേറ്റ് ഫരീദ് തുടങ്ങിയവർക്ക് പുരസ്കാരം കൈമാറി. സൗജന്യ മെഡിക്കൽ ദന്തൽ ക്യാമ്പുകളും ഒരുക്കിയിരുന്നു. ഹർഷ ചന്ദ്രൻ ട്രൂപ്പിന്റെയും ഫർഹാൻ നവാസിന്റെയും ഗാനമേള, സമത് തളിപ്പറമ്പിന്റെ ഹാസ്യപരിപാടി എന്നിവയുൾപ്പെടെ നിരവധി കലാപരിപാടികളും അരങ്ങേറി. റാഫേൽ ഡ്രോ വിജയികൾക്ക് സമ്മാനങ്ങൾ കൈമാറി. മീഡിയ 1 ദുബായ്. മസ്കത്ത് KMCC മലപ്പുറം ജില്ലാ കമ്മിറ്റി ഒരുക്കം 2024 പരിപാടി സംഘടിപ്പിച്ചു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ മുസ്ലിം യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഷെരീഫ് കുറ്റൂർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. പരിപാടി കേന്ദ്ര കമ്മിറ്റി ജനറൽ സെക്രട്ടറി റഹീം വറ്റലൂർ ഉദ്ഘാടനം ചെയ്തു. മസ്കത്ത് KMCC പ്രസിഡന്റ് റയീസ് അഹമ്മദ്, ട്രഷറർ PTK ഷമീർ എന്നിവർ പ്രസംഗിച്ചു. ഷെരീഫ് കുറ്റൂരിന് മലപ്പുറം ജില്ലാ KMCCയുടെ ഉപഹാരം ഡോക്ടർ PA മുഹമ്മദ് സമ്മാനിച്ചു. നാദാപുരം MET ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അലുമിനി അസോസിയേഷൻ UAE ചാപ്റ്റർ ഉദ്ഘാടനം അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂൾ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നു. MET ട്രസ്റ്റ് ചെയർമാനും അൽ ഇർഷാദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് MDയുമായ യൂനുസ് ഹസൻ ഉദ്ഘാടനം ചെയ്തു. റഹീം തേങ്ങോത്ത് അധ്യക്ഷത വഹിച്ചു. ഷമി ഫസലു, ഇസാം സക്കർ സുൽത്താൻ, അൽ സുവൈദി എന്നിവർ മുഖ്യാതിഥിയായി. നൌഫൽ ചാത്രമ്പത്ത്, പാലോളത്തിൽ അഹമ്മദ് ഹാജി, നടുക്കണ്ടി നാസർ, റിയാസ് കുന്നോത്ത്, റഫീഖ് കേരോത്ത്, ഷെഹറാസ് CK എന്നിവർ പ്രസംഗിച്ചു. സിറാജ് പള്ളിച്ചാക്കണ്ടിയെ ആദരിച്ചു. വിവിധ കായിക മത്സരങ്ങളും അരങ്ങേറി. കുവൈത്തിൽ മലയാളി നിര്യാതനായി. ആലപ്പുഴ ചെങ്ങന്നൂർ സ്വദേശി സിജു K അബ്രഹാമാണ് മരിച്ചത്. 42 വയസ്സായിരുന്നു. മുബാറക് അൽ കബീർ ആശുപത്രിയിൽ ഇന്ന് രാവിലെയാണ് മരണം. ഫർവാനിയ ഷെഫ് നൌഷാദ് റെസ്റ്റോറന്റ് അക്കൌണ്ട്സ് മാനേജറായിരുന്നു. മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകുന്ന നടപടികൾ OICC കെയർ ടീമിന്റെ നേതൃത്വത്തിൽ നടന്നുവരികയാണ്. കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറം KPF ബഹ്റൈന്റെ ആഭിമുഖ്യത്തിൽ അൽ ഹിലാൽ ആശുപത്രിയുമായി ചേർന്ന മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. 300ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. മലയാളി ബിസിനസ് പ്രമുഖൻ സൗദിയിലെ ദമാമിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. കോഴിക്കോട് പുല്ലാളൂർ സ്വദേശി ഉസ്മാൻ ചുവഞ്ചേരിയാണ് മരിച്ചത്. ഇന്ന് ഉച്ചയോടെ ശ്വാസതടസ്സം നേരിട്ട ഇദ്ദേഹത്തെ അൽഖോബാറിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. രാത്രിയോടെ മരിച്ചതായി ബന്ധുക്കൾ അറിയിച്ചു. 3.5 പതിറ്റാണ്ടിലേറെയായി സൗദിയിൽ പ്രവാസ ജീവിതം നയിക്കുകയാണ് ഉസ്മാൻ. അൽഖോബാറിലെ കബയാൻ അലി സൂപ്പർ മാർക്കറ്റ് ഉടമയാണ്. IYCC ബഹ്റൈൻ സാമൂഹിക പ്രവർത്തകർക്കായി നൽകുന്ന ഷുഹൈബ് സ്മാരക പ്രവാസി മിത്ര പുരസ്കാരത്തിന് സാബു ചിറമേൽ അർഹനായി. സൽമാനിയ ആശുപത്രിയിൽ നിർധന രോഗികളെ പരിചരിക്കുന്ന സാബുവിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് പുരസ്കാരമെന്ന് IYCC ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ബഹ്റൈൻ കേരള സോഷ്യൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ പെരുന്നാൾ ദിനത്തിൽ ഇന്ത്യൻ ക്ലബ്ബിൽ ഈദ് നൈറ്റ് സംഘടിപ്പിക്കും. പരിപാടിയുടെ പോസ്റ്റർ പ്രകാശനം ഗായകൻ കണ്ണൂർ ഷെരീഫ് നിർവഹിച്ചു. വിവിധ സാമൂഹിക പ്രവർത്തകരും സംഘടനാ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. സന്ദർശക വിസയിൽ ബഹ്റൈനിലെത്തി അസുഖം കാരണം ദുരിതത്തിലായ മലയാളിയെ സന്നദ്ധ പ്രവർത്തകർ പരിചരണം നൽകിയ ശേഷം നാട്ടിലേക്ക് അയച്ചു. വടകര സ്വദേശി അബ്ദുള്ളയെയാണ് നാട്ടിലയച്ചത്. 2 തവണ വിമാനത്താവളത്തിൽ നിന്ന് അസുഖം കാരണം തിരിച്ചുപോന്ന ഇദ്ദേഹത്തെ സൽമാനിയ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും 2 ശസ്ത്രക്രിയകൾ നടത്തുകയും ചെയ്തിരുന്നു. സാമൂഹ്യ പ്രവർത്തകനായ ഫസലിന്റെ നേതൃത്വത്തിൽ ആവശ്യമായ ഇടപെടലുകൾ നടത്തി.
ബഹ്റൈൻ രാജാവ് അധികാരമേറ്റതിന്റെ രജത ജൂബിലി വേളയിൽ ആശംസകളും അഭിനന്ദനങ്ങളും നേർന്ന വ്യവസായ പ്രമുഖനും ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ MA യൂസഫ് അലി. രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുടെ നേതൃത്വത്തിൽ വികസന കുതിപ്പിലേക്കാണ് ബഹ്റൈനെ നയിക്കുന്നതെന്ന് യൂസഫ് അലി പറഞ്ഞു. ഹമദ് രാജാവിനും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയ്ക്കും ബഹ്റൈൻ ഭരണകൂടത്തിനും രാജ്യത്തെ ജനതയ്ക്കും യൂസഫ് അലി ആശംസകൾ നേർന്നു. ലബനാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള നടത്തിയ ഷെല്ലാക്രമണത്തിൽ മലയാളി കൊല്ലപ്പെട്ടു. കൊല്ലം സ്വദേശി നിബിൻ മാക്സ്വെലാണ് മരിച്ചത്. ഷെല്ലാക്രമണത്തിൽ ഇടുക്കി സ്വദേശികളായ 2 പേർക്ക് പരിക്കേറ്റു. ഇസ്രായേലിലെ ഇന്ത്യൻ പൌരന്മാർക്ക് വിദേശകാര്യ മന്ത്രാലയം ജാഗ്രതാ നിർദ്ദേശം നൽകി. കൊല്ലം വാടി സ്വദേശിയായ നിബിൻ ഇസ്രായേലിൽ കാർഷിക മേഖലയിൽ തൊഴിലാളിയായിരുന്നു. തിങ്കളാഴ്ച പ്രാദേശിക സമയം രാവിലെ 11 മണിക്കാണ് ഗലീലി ഫിംഗറിൽ മൊഷാവിൽ ആക്രമണം നടന്നത്. മർഗാലയത്തിലെ കൃഷിസ്ഥലത്താണ് ഷെൽ പതിച്ചത്. ആക്രമണത്തിൽ നിബിൻ മരിച്ചതായി സഹോദരനാണ് കുടുംബത്തെ അറിയിച്ചത്. ഇന്നലെ 4:30 മണിക്കാണ് മോൻ ആക്സിഡന്റ്. മൂത്ത മോനെ എൻ്റെ വിളിച്ച് പറയുന്നത് അവിടെ ബോംബ് വീണ് മോനെ ഇതായെന്ന് പറഞ്ഞത്. 12:15 മണിയായി കാണും. അന്നേരം മോൻ മരിച്ചെന്ന് ഡിക്ലെയർ ചെയ്തു. ഷെല്ലാക്രമണത്തിൽ 2 മലയാളി അടക്കം 7 പേർക്ക് പരിക്കേറ്റു. ഇടുക്കി സ്വദേശികളായ ജോസഫ് ജോർജ്, പോൾ മെൽവിൻ എന്നിവരാണ് പരിക്കേറ്റ മലയാളികളെന്നാണ് വിവരം. പരിക്കേറ്റ് ചികിത്സയിലുള്ള 2 പേരുടെ നില ഗുരുതരമെന്ന് ദേശീയ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. മലയാളി കൊല്ലപ്പെട്ടതിൽ ഇന്ത്യയിലെ ഇസ്രായേൽ എംബസി ദുഃഖം രേഖപ്പെടുത്തി. ഇസ്രായേൽ അതിർത്തി മേഖലകളിൽ താമസിക്കുന്നവർ ഒഴിഞ്ഞ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന് വിദേശകാര്യ മന്ത്രാലയം ജാഗ്രതാ നിർദ്ദേശം നൽകി. തെക്ക് വടക്ക് അതിർത്തി മേഖലയിലുള്ളവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നാണ് ആവശ്യം. ഇതിനായി എമിഗ്രേഷൻ അതോറിറ്റിയുടെ ഹെൽപ്പ് ലൈൻ നമ്പറും മന്ത്രാലയം പുറത്തിറക്കി. മീഡിയ 1 കൊല്ലം. കറൻസി വിനിമയ നിരക്ക്. സൗദി റിയാൽ 22 രൂപ 10 പൈസ, UAE ദിർഹം 22 രൂപ 57 പൈസ, ഖത്തർ റിയാൽ 22 രൂപ 77 പൈസ, ഒമാനി റിയാൽ 215 രൂപ 33 പൈസ, കുവൈറ്റ് ദിനാർ 269 രൂപ 48 പൈസ, ബഹ്റൈൻ ദിനാർ 220 രൂപ 1 പൈസ. ഇനി വിവിധ ഗൾഫ് നഗരങ്ങളിലെ താപനില പരിശോധിക്കാം. കുവൈറ്റ് സിറ്റി കുറഞ്ഞ താപനില 11 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. റിയാദ് കുറഞ്ഞ താപനില 13 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ജിദ്ദ കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്. ദമാം കുറഞ്ഞ താപനില 14 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. മനാമ കുറഞ്ഞ താപനില 16 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. മസ്കത്ത് കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്. സലാല കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്. ദുബായ് കുറഞ്ഞ താപനില 18 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 27 ഡിഗ്രി സെൽഷ്യസ്. അബുദാബി കുറഞ്ഞ താപനില 18 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്. മിഡിയ 7 സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്.